ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് ഞാൻ ഒരുപാട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വിവേക്. ഓ, തരകൻ ഡോക്ടറെ ഇടിച്ച് സൂപ്പാക്കിയ ആള് അല്ലേ? ഓ, എല്ലാം ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഞങ്ങൾ അങ്ങനെയാ, പരസ്പരം ഒന്നും മറച്ചു വെക്കില്ല. ഒരാൾ കൂടിയില്ലേ? അയാൾ എവിടെ പോയി? ചേച്ചി എന്തോ അത്യാവശ്യത്തിന് പുറത്തു പോയതാ, ഇപ്പൊ വരും. വിവേക്, അകത്തേക്ക് വാ. എന്തായാലും കാപ്പി ചോദിച്ചല്ലേ, അത് കുടിച്ചിട്ട് പോയാ മതി. വാ. അപ്പോ ഇതാണ് നിങ്ങളുടെ പഞ്ചരത്ന ഹോട്ടൽ. ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. അവിടെ ഊണുസമയം കഴിഞ്ഞ് ക്ലീനിങ് നടക്കുക. വാ, നമുക്ക് അകത്തെ മുറിയിലേക്ക് ഇരിക്കാം. ചേച്ചി, അമൃതേച്ചി ഇപ്പൊ വരും. അതൊന്നും സാരമില്ല. നീ പോയി ഒരു കോഫി ഇട്ടുണ്ടോ? വിവേക് വാ. അമ്മ ഒന്നും ഇടാതെ ഒരേ ഇരിപ്പിരിക്കുന്നു. എന്താ അമ്മ ഇത്ര ആലോചിച്ചു കൂട്ടുന്നേ? എന്തായാലും പറയേ. നീ അഭിമന്യുവിനെ കണ്ടിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. നമുക്ക് ഈ ബന്ധം വേണോ മോളെ? അത് കൊള്ളാം. എല്ലാം തീരുമാനിച്ചിട്ടിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മോതിരം മാറിയെന്നല്ലേ ഉള്ളൂ. ഇനിയാണെങ്കിലും നമുക്കിത് വേണ്ടാന്ന് വെക്കാവുന്നതല്ലേ ഉള്ളൂ. കാര്യങ്ങൾ ചോദിച്ചപ്പോ തുറന്നു പറഞ്ഞതായിട്ട് അമ്മ എനിക്ക് തോന്നിയത്. അത് അഭിമന്യുവിന്റെ പശ്ചാത്തലം മാത്രമല്ലേ, അതിനപ്പുറം എനിക്ക് ചേരുന്ന ആള് തന്നെയല്ലേ അഭിമന്യു. ചെറുക്ക് നിനക്ക് ചേരുന്ന ആള് തന്നെയാ. നല്ല ജോഡിയുവാ നിങ്ങള്. പക്ഷേ കുടുംബക്കാരുടെ കുലീനത്വമാ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇനി നമ്മുടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ അറിയുമ്പോ അവരും ചോദിക്കില്ലേ? ഈ പണ്ടൊക്കെ അല്ലേ കുലവും പാരമ്പര്യവും കുടുംബ മഹിമയൊക്കെ അന്വേഷിക്കുന്നത്. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനും അത്രയ്ക്കൊന്നും കടന്നു ചിന്തിക്കുന്നില്ല. പക്ഷേ മനസ്സിൽ തോന്നിയ ഒരു സംശയം പറയട്ടെ. പറയേ. ശരിക്കും അച്ഛനുണ്ടോ ഈ അഭിമന്യുവിന്? പിന്നെ അച്ഛനില്ലാതെ രണ്ട് മക്കളുണ്ടാവോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പുറത്തു പറയാൻ കൊള്ളാത്ത വല്ല ബന്ധുവാണെങ്കിലോ? 10-25 വർഷമായിട്ട് ഒരാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലെന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി അതുപോട്ടെ, അയാളെ കാണാനില്ലെങ്കിൽ തന്നെ അയാളുടെ ബന്ധുക്കൾ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ പിന്നെ വല്ല അനാഥാലയത്തിലും വളർന്ന ആളാവണം. അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കരുതാൻ വയ്യല്ലോ. അമ്മ, അച്ഛനെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്നത് പോലും അഭിമന്യുവിന് വലിയ താല്പര്യമൊന്നുമില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അത്ര കണ്ട് നികൃഷ്ടനായ ഒരാളാണോ അഭിമന്യുവിന്റെ അച്ഛൻ? അമ്മ, ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിച്ച് കൂട്ടണ്ട. എനിക്കെന്തായാലും അഭിയെ ഇഷ്ടായി. കാര്യങ്ങൾ ഇത്രയായിട്ട് ഇനി കുടുംബം ആൾക്കാരെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. അഭിയെക്കുറിച്ച് ആരും ഒരു ദോഷം പറയുന്നില്ലല്ലോ. എനിക്കത് മതി.